കോപിക്കുന്നതിൻ്റെ പിന്നിലെ മനോഭാവം എന്താണ്? ഞാൻ കോപിക്കുന്നത് ശരിയായിട്ടുള്ള ആ ഒരു കാരണത്താലാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ദേഷ്യമായിട്ട് പുറത്ത് കാണിച്ചു തരും. അപ്പോൾ ചിന്തിച്ചാൽ മതി എങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ ഫീലിങ്സ് അവർക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പുറത്ത് ദേഷ്യമായിട്ടത് വരുന്നത്. അപ്പോൾ ഈ ദേഷ്യം എന്നുള്ളത് ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു ആശയവിനിമയമാണ്. എന്തോ ഉള്ളിലുണ്ട്, ആ ഉള്ളിലുള്ള ആ ദേഷ്യത്തെ ആ കാര്യത്തെ കൊണ്ട് കാണിക്കാൻ പുറമേ കാണിക്കുന്ന ഒരു വികാര പ്രകടനമാണ് പീരീഡ്സ് ആണ്. എനിക്ക് വയറുവേദന ഉണ്ട്, പെയിൻ ഉണ്ടെന്ന് നമ്മൾ പറയില്ല, പക്ഷെ അത് ദേഷ്യത്തിലൂടെ കാണിക്കുക. അപ്പം നമ്മൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം, ആ ടൈമായി, ഇതാണ് കാരണമെന്ന് മനസ്സിലാക്കുക ഭാര്യമാരുടെ ഈ പീരീഡ്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസിക് മിരാൻഡ. ഞാൻ ഷില്ലി ബെൻസിക്. കുടുംബജീവിതത്തിൽ ഈ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം എങ്ങനെയാണ് നമുക്ക് ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ കഴിയുക? ഈ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാര്യ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ഭർത്താവ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ഇത് അന്നത്തെ ദിവസത്തെ മുഴുവൻ ചിലപ്പം കുളമാക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിനെ മുഴുവൻ അങ്ങ് മൂഡ് ഔട്ടാക്കും. ചിലപ്പോൾ അത് കുട്ടികളെയും ബാധിച്ചേക്കാം അല്ലേ, കുട്ടികളെയും ബാധിച്ചേക്കാം. നമ്മുടെ ഇപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങളെന്നും നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ. എന്തുകൊണ്ടായിരിക്കാം ഈ പൊട്ടിത്തെറികൾ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പൊട്ടിത്തെറികളെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. വീട്ടിലുണ്ടാകുന്ന ഈ കോപം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കോപം അല്ലെങ്കിൽ ദേഷ്യം, ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, എക്സ്റ്റേണലി പുറമേ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഒരാൾ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തത്, അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ അനേക നാളുകളായി വച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ കാരണം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പൊട്ടിത്തെറി അല്ലെങ്കിൽ ദേഷ്യം. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. അത് ചിലപ്പം ഇയാൾ എന്ത് ചെയ്യാം, ഈ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ദേഷ്യത്തിലോട്ട് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ എന്തെങ്കിലും പറയുന്നു, ഭാര്യ പെട്ടെന്ന് ആ വിഷയത്തിൽ ഭർത്താവിനോട് ദേഷ്യപ്പെടുക. പക്ഷേ ഇത് ആരാണോ അനുഭവിക്കുന്നത് അയാൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാകുന്ന പോലുമില്ല. എന്തുകൊണ്ട് ഇയാൾ ദേഷ്യപ്പെടുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പിന്നെ ചിലപ്പോൾ ജോലി സ്ഥലത്തുനിന്ന് ഭർത്താവ് ജോലി സ്ഥലത്തുനിന്ന് വരുന്നു, അവിടെയുള്ള പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ ഭാര്യയ്ക്ക് അറിയത്തില്ല എന്തിനാണ് ഈ ഭർത്താവ് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്ന ആൾക്ക് തന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയ്യോ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നൊരു ഒരു സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തത്, എക്സ്റ്റേണൽ പുറമേ നിന്നുണ്ടാകുന്നത്. ഈവൻ ചിലപ്പോൾ ഈ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ തുണി കഴുകി വെളിയിലിടുന്നു, ഉണങ്ങാനിടുന്നു, പെട്ടെന്ന് മഴ പെയ്യുന്നു. മഴ പെയ്ത് അത് തുണി എടുത്ത് അകത്തോട്ടിടാനായിട്ട് ചിലപ്പം വീട്ടിലുള്ളവർ സഹായിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ മറന്നു പോയിരിക്കാം. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പൊട്ടിത്തെറി. അപ്പോൾ ഇങ്ങനെ പുറമേയുള്ള ഏത് കാരണം കൊണ്ടും ചിലപ്പോൾ ഒരാൾ പൊട്ടിത്തെറിയിലോട്ട് ദേഷ്യപ്പെടുന്ന സാഹചര്യത്തിലോട്ട് പോകാം. ഈ രണ്ടാമത്തെ കാരണം എന്നുള്ളത് മിക്കവാറും ഉള്ളിൽ നിന്നുള്ള പ്രഷർ കാരണം അനേക നാളുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കാരണം പെട്ടെന്നുണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി. അത് മിക്കവാറും ഈ സ്ത്രീകളായിരിക്കും കൂടുതൽ അത് പ്രകടിപ്പിക്കുന്നത്. പുരുഷന്മാരുണ്ടെന്നാൽ സ്ത്രീകളായിരിക്കും അത് കൂടുതൽ പ്രകടിപ്പിക്കുന്നത് അല്ലേ. കാരണം സ്ത്രീകൾ കേട്ടിട്ടുള്ള, പിന്നെ ഉദാഹരണമായിട്ട് നമ്മുടെ ഭർത്താവിനെ പറ്റി മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്, പണ്ടെപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് നമ്മുടെ മനസ്സിലിരിക്കും. നമ്മളത് ഭർത്താവിനോട് ചോദിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെയുള്ളപ്പം പഴയ കാര്യം നമ്മൾ മനസ്സിൽ കിടക്കുമ്പം അത് വെച്ച് നമ്മൾ പെരുമാറും. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അത് ഓർമ്മ വരും. അപ്പോൾ നമ്മളത് പ്രതികരിക്കുക. അപ്പം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം അത് ഭർത്താവിന് പോലും അറിയത്തില്ല ഇന്ന കാര്യമാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ദേഷ്യം കുടുംബജീവിതത്തിൽ വളരെ ദോഷം ചെയ്യും. പിന്നെ ഒന്ന്, നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും കുറവ് വരുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും. അപ്പോൾ അത് നമ്മളെ പിന്നീട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ നല്ല മനസ്സ് നഷ്ടപ്പെടും. കുറച്ച് നാൾ മനസ്സിൽ വെച്ചിരുന്നതിന് ശേഷമായിരിക്കും. അതെ.
പിന്നെ ചിലപ്പോൾ ആ സമയത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അന്നുണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു, അത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് മനസ്സിൽ വെച്ചിരിക്കും. അത് വെച്ച് നമ്മൾ ദേഷ്യപ്പെടാനും ഫുഡ് ഉണ്ടാക്കി തരുന്നതിലൊരു ബുദ്ധിമുട്ട് കാണിക്കാനും ഒക്കെ ഇടയാകും. 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അന്നത്തെ ആ സംഭവത്തിന്റെ ദേഷ്യം പുറത്തു വരുന്നത്. അതെ അതെ. അപ്പൊ ഈ അനുഭവിക്കുന്ന ആൾക്കിത് പിടുത്തം കിട്ടത്തില്ല, ഇത് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്. ഭർത്താവിന് മനസ്സിലാവില്ല എന്തിനാണ് ദേഷ്യപ്പെടുന്നത്. പക്ഷെ ഭാര്യയ്ക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ തെളിവുകൾ ഉണ്ടാകാം, ചില കാര്യങ്ങൾ ഭർത്താവിനെ പറ്റി പറഞ്ഞതായിരിക്കാം, അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കും. അപ്പം നമ്മൾ ചില സമയത്ത് തനിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കും. തിരിച്ച് ഭർത്താവ് വീട്ടിൽ വരുമ്പം അതനുസരിച്ചായിരിക്കും പെരുമാറുന്നത്. അപ്പം ഭർത്താവിന് അറിഞ്ഞുകൂടാ ഞാൻ എന്തിനാണ് ദേഷ്യം ഞാൻ എന്നോട് കാണിക്കണേന്ന് ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. സ്ത്രീകൾ ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റെ പിറകിൽ പല നാളുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അവർ ആ സമയത്ത് പ്രതികരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അവർ സ്ത്രീകളാരും ഒന്നും മറന്നു കളയുന്നവരല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു ഓർത്തിരിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് അവര് അതെ. എനിക്കൊന്ന് ഈ പുരുഷന്മാർ പക്ഷെ അങ്ങനെ ദീർഘനാളുകൾ വച്ചിരുന്ന് പൊട്ടിത്തെറിക്കുന്നത് അപൂർവം കേസുകളാണെന്ന് തോന്നുന്നു. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ നിമിഷത്തേക്കേ ഉള്ളൂ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവര് ഏത് സമയത്ത് എങ്ങനെയും പ്രതികരിക്കാൻ, ദേഷ്യപ്പെടാൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ദേഷ്യം എന്നുള്ളത് മനുഷ്യനെ ഉപയോഗിക്കുവാൻ നൽകിയിരിക്കുന്ന ഒരു വികാരമാണ് അല്ലെ. കോപം, ദേഷ്യം എന്നൊക്കെ ഉള്ളത് അത് മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വികാരം തന്നെയാണ്. പക്ഷെ അത് ആരോഗ്യകരമായിട്ട് അല്ലേ. അതെ അതെ. ഇപ്പം നമുക്ക് സ്നേഹിക്കാൻ അറിയാം, നമ്മൾ സ്നേഹിക്കപ്പെടണം, കരുതണം, മറ്റുള്ള പരിപാലിക്കണം, മക്കളെ നോക്കണം, അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദേഷ്യപ്പെടുക എന്നുള്ളത്. അത് ന്യായമായത് കാര്യം തന്നെയാണ്. പക്ഷെ അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ആരോഗ്യകരമായ വിനിമയം എന്ന് പറയുന്നത്. ആരോഗ്യകരമായ വിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് സന്തോഷത്തോടെ പെരുമാറുന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ദേഷ്യത്തിലോട്ട് വരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ആ ദേഷ്യത്തിലോട്ട് അദ്ദേഹം വന്നതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും നോർമലാക്കാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തമ്മിൽ ഹെൽപ്പ് ചെയ്യുക. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാൾ ദേഷ്യപ്പെടാനുണ്ടായതിൻ്റെ പിന്നിലെ മനോഭാവം കാരണമാണ് നമ്മൾ ശരിയായിട്ട് കണ്ടെത്തേണ്ടത്. അപ്പോഴും വരുന്ന വഴിക്ക് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുത്തരം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഏത് സാഹചര്യത്തിലും ദേഷ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ അനുഭവിക്കേണ്ടി വന്നാൽ മറ്റേ ആളെ സഹായിക്കുക, ആ ദേഷ്യത്തിൽ നിന്നും നോർമലായിട്ട് വരാനായിട്ട് അയാളെ സഹായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ ഉറവിടം കണ്ടെത്തുക അല്ലേ. അതെ അതെ. ഈ സ്ത്രീകൾ ദേഷ്യപ്പെടുമ്പോൾ അതിന് പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് ഭർത്താക്കന്മാർ ചിന്തിച്ചാൽ മതി. ആ സമയത്തല്ല, പിന്നീട് ചോദിച്ചാൽ അവർ പറയും ഞാൻ ഇന്ന കാരണം. അപ്പോൾ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർ കൃത്യമായിട്ട് പറയത്തില്ല. കാരണം സ്ത്രീകളെല്ലാം തുറന്നു പറയുന്നവരല്ല. അപ്പൊ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇപ്പോൾ സ്ത്രീകളൊന്നും ദേഷ്യപ്പെടുമ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, മക്കളുടെ സ്കൂൾ വിട്ട് വരും പിള്ളേരുടെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം, എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും സ്ത്രീകൾ ദേഷ്യപ്പെടാൻ എന്നത് ചിന്തിച്ചാൽ മതി. അപ്പൊ അത് പിന്നീട് അതിന് ഒന്ന് നമ്മൾ ചോദിക്കണം അല്ലേ, എന്തിനാ അന്ന് ദേഷ്യപ്പെട്ടെ, ഇന്നലെ എന്തിനാ ദേഷ്യപ്പെട്ടെ, ഇന്നലെ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പിന്നീട് പറയും. പറയാനുള്ള ഒരു അതെ വേദിയാണ്. കാരണം സ്ത്രീകൾക്ക് ഫീലിങ്സ് ഓറിയന്റഡ് ആയതുകൊണ്ട് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യണം, അത് മീറ്റ് ചെയ്യപ്പെടണം. അത് ചെയ്യാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടും, ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കും. വേറൊരു കാര്യം എന്നുള്ളത്, വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല നമ്മുടെ കുടുംബജീവിതത്തിൽ. സ്ത്രീകളെ സംബന്ധിച്ച് പരിഗണന വളരെ അത്യാവശ്യമാണ്. പുരുഷന്മാർക്ക് വേണം അത്. പക്ഷേ സ്ത്രീകൾക്ക് അപ്പോൾ തന്നെ കിട്ടണം. അതായത് എനിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, മക്കളുടെ കാര്യം ചെയ്യുമ്പോൾ, അല്ല പരിസരം എന്തായാലും കിച്ചണിലെ കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതെ. അപ്പോൾ സ്ത്രീകൾക്ക് പരിഗണന അത്യാവശ്യമാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവരത് ബോഡി ലാംഗ്വേജിലൂടെയോ നമ്മുടെ ഫേസിലൂടെയോ നമ്മുടെ വാക്കുകളിലൂടെയോ അവരത് ദേഷ്യമായിട്ട് പുറത്ത് കാണിച്ചു തരും. അപ്പോൾ ചിന്തിച്ചാൽ മതി,
എങ്ങനെയൊക്കെ ഉണ്ട്. അവരുടെ ഫീലിങ്സ് അവർക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പുറത്ത് ദേഷ്യമായിട്ട് അത് വരുന്നത്. അപ്പൊ ഈ ദേഷ്യം എന്നുള്ളത് ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു ആശയവിനിമയമാണ്. എന്തോ ഉള്ളിലുണ്ട്, ആ ഉള്ളിലുള്ള ആ ദേഷ്യത്തെ, ആ കാര്യത്തെ പുറത്ത് കാണിക്കാൻ പുറമേ കാണിക്കുന്ന ഒരു വികാര പ്രകടനമാണ് ദേഷ്യം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ദേഷ്യത്തെ അല്ല യഥാർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഈ വോൾക്കാനോയ്ക്ക് ഉള്ളിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ചിലപ്പോൾ അവഗണനയായിരിക്കാം, അല്ലെങ്കിൽ വില കുറച്ച് കാണുന്നതായിരിക്കാം. അതെ അതെ അതെ. ശരിയായിട്ട് നന്ദി പ്രകടനം അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, സ്ഥാനം കിട്ടുന്നില്ല, മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബജീവിതത്തിൽ പലപ്പോഴും ദേഷ്യപ്പെട്ട ആളുകൾ പെരുമാറുമ്പോൾ ആ ദേഷ്യത്തിലേക്ക് നമ്മൾ കയറി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ പിന്നിലെ മനോഭാവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കൊന്ന് മൂന്നാമതൊരു കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദേഷ്യം, പിന്നെ ഉള്ളിൽ അനേക നാളുകൾ വച്ചിരിക്കുന്നത് കൊണ്ടുള്ള ഇൻറ്റേർണൽ ഇഷ്യൂസ് കാരണവും ദേഷ്യപ്പെടാം. എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ദേഷ്യത്തിലോട്ട് ഒരാൾ പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അല്ലേ. അതെ അതെ. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ്, അവർക്കുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, ഈ ഹോർമോണൽ ചേഞ്ചസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതെ, ഹോർമോണൽ ചേഞ്ചസ് കാരണം അവർക്ക് ദേഷ്യം വരാം. അത് ഓരോ സ്ത്രീകൾക്കും പല രീതിയിലാണ്. അപ്പോൾ അത് എല്ലാ മാസത്തിലും ഉണ്ടാകുന്ന ഒന്നാണ്. പീരീഡ്സിൻ്റെ ടൈം ആവുമ്പോൾ മുമ്പും പിൻപും ചിലവർക്ക് ദേഷ്യത്തിൻ്റെ ഇതുണ്ടാവും. പിന്നെ PCOD പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ദേഷ്യത്തിലേക്ക് വരും. അത് പ്രകടിപ്പിക്കുന്ന ഇപ്പം പെയിൻ വരുമ്പോൾ നമ്മൾ പറയത്തില്ല പീരീഡ്സ് ആണ്, എനിക്ക് വയറുവേദനയുണ്ട്, പെയിൻ ഉണ്ടെന്ന് നമ്മൾ പറയില്ല. പക്ഷെ അത് ദേഷ്യത്തിലൂടെ കാണിക്കുക. അപ്പം നമ്മൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം, ടൈമായി, ഇതാണ് കാരണം എന്ന് മനസ്സിലാക്കുക. ഭാര്യമാരുടെ ഈ പീരീഡ്സ് ടൈം ഉൾപ്പെടെ, അല്ലെങ്കിൽ വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ പീരീഡ്സ് ടൈം ഉൾപ്പെടെ വീട്ടിലെ അച്ഛന്മാര് മനസ്സിലാക്കിയിരിക്കണം. നല്ലതാണ്. അതെ. ചിലപ്പോൾ പപ്പയോട് മോൾ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു, എന്തിനാ, അപ്പം ചിന്തിക്കണം, പപ്പമാര് ചിന്തിക്കണം, മോളുടെ ടൈം ഇതായിരിക്കും, ഈ ടൈം ആയതുകൊണ്ടാണ് ശാരീരികമായിട്ടുള്ള ഒരു ഇതായിരിക്കും. എന്നെ ബഹുമാനിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കരുത്. അല്ല, അവരുടെ പെയിൻ അവരെ എക്സ്പ്രസ് ചെയ്യുന്ന ദേഷ്യത്തിലൂടെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആർത്തവ വിരാമം വരുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് വളരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ചിലർക്ക് ദേഷ്യമായിരിക്കും, ചിലർക്ക് മിണ്ടാതിരിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ സഹായം തേടുക, അവരോട് അതിൻ്റെ പ്രതിവിധികൾ ചോദിക്കുക, മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ പിന്നെ ഒരു വിദ്യാഭ്യാസം, ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില വിദ്യാഭ്യാസങ്ങൾ എല്ലാവർക്കും കിട്ടുന്നത് അത്യാവശ്യമാണ്. അപ്പം അതനുസരിച്ച് നമുക്ക് കുടുംബത്തിൽ, ഫാമിലിയിലായാലും, കുടുംബത്തിലെ മക്കളുടെ കുടുംബജീവിതത്തിലായാലും ആരുടെ ആയാലും നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസം ലഭിച്ചാൽ അതനുസരിച്ച് പെരുമാറാൻ പറ്റും. സൈക്കോ എഡ്യൂക്കേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു അവബോധം പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. പുരുഷന്മാർക്കും ചില സമയങ്ങളിൽ ശാരീരികമായിട്ടുള്ള ചില ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ചിലപ്പോൾ അപൂർവം ചില സമയങ്ങളിൽ പുരുഷന്മാരും ദേഷ്യത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു തൈറോയ്ഡ് പോലുള്ളത്, തൈറോയ്ഡ് നമ്മുടെ വിചാരങ്ങളുടെ കേന്ദ്രമായിട്ട് പറയപ്പെടുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ തൈറോയ്ഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ചിലപ്പോൾ ഒരാൾ പൊട്ടിത്തെറി ദേഷ്യത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ മൂന്നാമത്തെ കാരണമായിട്ട് ഈ പറഞ്ഞ ശാരീരിക പ്രശ്നങ്ങൾ കാരണമാണ് ഒരാൾ ദേഷ്യത്തിലോട്ട് പോകുന്നതെങ്കിൽ ശരിയായിട്ട് അത് മനസ്സിലാക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം നേടുകയും അല്ലെങ്കിൽ ആ വൈദ്യസഹായം നേടുകയും ചെയ്യുന്നത് ആവശ്യമായിരിക്കും. ഇത് പിന്നെ നമ്മുടെ ഭർത്താക്കന്മാരെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന ആൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ച് അമ്മമാരോട് എങ്ങനെ പെരുമാറണം, ചേച്ചിമാരുണ്ടെങ്കിൽ ചേച്ചിമാരോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആൺകുട്ടികൾക്കും ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സ്കൂളുകളിൽ ലഭിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരുടെ ഭാവി, അവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അത് പ്രയോജനപ്പെടും. ഈ കുട്ടികൾ പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നു, ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാർ പലപ്പോഴും പരാതി പറയാറുണ്ട്.
യഥാർത്ഥത്തിൽ കുട്ടികൾ എങ്ങനെ അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരുടെ കോപം നിയന്ത്രിക്കണമെന്നുള്ളത് കുട്ടികൾ പഠിക്കുന്നത് പാരൻസിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ വഴക്ക് പറയുന്നതിനേക്കാളും നല്ലത് മാതാപിതാക്കന്മാർ തമ്മിൽ ഈ വികാരപ്രകടനം ആകുന്ന ഈ ദേഷ്യമാകുന്ന ഈ വികാരപ്രകടനം ശരിയായിട്ട് അവർ ആരോഗ്യകരമായി പ്രകടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ന്യായമായി ദേഷ്യം കാണിക്കുന്നിടത്ത് ദേഷ്യം കാണിക്കണം. അത് ഏത് ലെവലിൽ വരെ ഒരു നിയന്ത്രണം, ഒരു കൺട്രോൾ വെക്കണം. അതായത് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദേഷ്യപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ലോകത്തിൽ ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു ഭാര്യയും ദേഷ്യം കാണിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ ദേഷ്യം കാണിച്ച് ഒരു ഭാര്യയെ കറക്റ്റ് ചെയ്യാനും സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ ഭാര്യയെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് ശരിയായുള്ള ഒരു വഴിയിലോട്ട് പോകത്തില്ല. പക്ഷേ സ്നേഹം കൊണ്ട് ഏത് ആളെയും നമുക്ക് ശരിയായിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത്, ഇപ്പോൾ കുട്ടികൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അനുസരിച്ചില്ല അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു, അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കുട്ടികളോട് കോപിക്കാനുള്ള ഒരു മിനിമം ലെവലിൽ കോപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ കോപിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ കോപിക്കുകയാണെങ്കിൽ ആ കോപിക്കുന്നതിൻ്റെ പിന്നിലെ മനോഭാവം എന്താണ്, ഞാൻ കോപിക്കുന്നത് ശരിയായിട്ടുള്ള ആ ഒരു കാരണത്താലാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ എവിടം വരെ പോകും. ഇപ്പം നമ്മൾ നമ്മുടെ മക്കളോട് ദേഷ്യപ്പെട്ടു അവരുടെ സ്വഭാവത്തിൽ അവർക്കൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അതെങ്ങനെ എത്ര വരെ പോകും, എന്തായിരിക്കും, അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ടായാലും നമ്മുടെ പ്രവർത്തികൾ കൊണ്ടായാലും അത് അവർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുട്ടികളോട് ദേഷ്യപ്പെടുമ്പം എത്ര വരെ പോകാം അവരെ. എനിക്കൊന്ന് ഈ കുട്ടികളോട് അമിതമായിട്ട് ദേഷ്യം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിലെ കാര്യങ്ങൾ കുട്ടികൾ വീട്ടിൽ വന്ന് പറയാൻ പേടിക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരിക്കലും കുട്ടികളെ റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കുട്ടികളോട് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നത് ശരിയല്ല. മറിച്ച് അവരുടെ ബിഹേവിയറൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് വരുന്ന എന്തെങ്കിലും ഇപ്പോൾ മൂത്ത ആളും ഇളയാളും തമ്മിൽ വഴക്കൂടുന്നു, അടിവെക്കുന്നു, അവർ തമ്മിൽ കയ്യാങ്കളിയിലോട്ട് പോകുന്നു, അപ്പോൾ മാതാപിതാക്കന്മാരൊന്ന് ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷേ സ്കൂളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഏതെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അബദ്ധം, ഈ അബദ്ധങ്ങൾക്കൊന്നും അങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ല. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ഇതുണ്ട്, നീ ദേഷ്യപ്പെടുന്നത് എന്ത്, നീ കോപിക്കുന്നത് എന്ത്. ഇങ്ങനെ 2 ഭാഗങ്ങളിൽ ബൈബിളിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ, യോനയുടെ പുസ്തകത്തിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കോപം നിയന്ത്രിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം ഈ ചോദ്യം ചോദിക്കണം, നീ കോപിക്കുന്നത് എന്ത്, ഞാൻ കോപിക്കുന്നത് വിഹിതമാണോ നല്ലതാണോ എന്ന് സ്വയമായിട്ട് ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദേഷ്യം എന്നത് കുടുംബജീവിതത്തിൽ ന്യായമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതെങ്ങനെ ആരോഗ്യകരമായി പ്രകടിപ്പിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മൂഡ് മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും പ്രായം മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ കോപിക്കുകയാണെങ്കിൽ ഞാൻ കോപിക്കുന്നതിൻ്റെ പിന്നിലെ മനോഭാവം എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ കാരണമാണ് ഒരാൾ സ്ഥിരമായിട്ട് കോപിക്കുകയാണെങ്കിൽ മെഡിസിൻ പോലുള്ള അതിൻ്റെ സഹായം തേടേണ്ടി വരും. അപ്പോൾ കോപം എന്നുള്ളത് എല്ലാ കുടുംബങ്ങളിലും സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ പരിഹരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ബെസ്റ്റായിട്ട് പോകാനായിട്ട് ഇടയാകുന്നത്. ഭാവിയിലും കുട്ടികൾക്ക് എങ്ങനെ കോപം നിയന്ത്രിക്കണമെന്ന് മാതാപിതാക്കന്മാരിലൂടെ പഠിക്കാനായിട്ടിടയാകും. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഒരാൾ കോപിക്കുന്നത്, സ്ഥിരമായിട്ട് പൊട്ടിത്തെറിക്കുന്നതെങ്കിൽ ആ പൊട്ടിത്തെറിയുടെ കാരണം മനസ്സിലാക്കി വൈദ്യസഹായത്തിലേക്ക് പോകുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. എപ്പോഴെങ്കിലും കോപിക്കുന്ന സാഹചര്യം ഉണ്ടായാലും ഉടനെ ചിന്തിക്കേണ്ടത് എന്നോട് അയാൾ എന്തുകൊണ്ട് കോപിച്ചു എന്നല്ല, മറിച്ച് അയാൾ എങ്ങനെ സഹായിക്കാം, അയാൾ നോർമലാകുന്നതിന് ഞാൻ എങ്ങനെയാണ് അയാളെ സഹായിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഒരുമിച്ച് തമ്മിൽ സഹകരിച്ച് കുടുംബം സന്തോഷകരമായിട്ട് പോകാനായിട്ട് ഇടയാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായി എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, പല കുടുംബങ്ങൾക്കും ഇതൊരാശ്വാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നാം കാണുന്നത് വരെ ഗോഡ് ബി വിത്ത് യു till we meet again.